UK കുമാരൻ മലയാളത്തിലെ ഒരു ആമുഖം ആവശ്യമില്ലാത്ത കഥാകാരനാണ്. കഥകൾ, ചെറുകഥകൾ മാത്രമല്ല, നോവലുകളും നോവലറ്റുകളും ഒക്കെ എഴുതി മലയാളത്തിന് ഏറെ സുപരിചിതനായ ഒരു എഴുത്തുകാരനാണ്. എഴുത്തുകാരൻ, സാഹിത്യകാരൻ എന്നതിലേറെ മലയാളത്തിൽ വളരെ സജീവമായ ദീർഘകാലത്തെ പത്രപ്രവർത്തന പാരമ്പര്യമുള്ള ജേർണലിസ്റ്റാണ്. അദ്ദേഹം വീക്ഷണത്തിലുണ്ടായിരുന്നു. കേരള കൗമുദി കാലത്താണ് അദ്ദേഹത്തെ ഞങ്ങൾ കോഴിക്കോട്ടെ സാംസ്കാരിക വൃത്തത്തിലെ ഒരു പ്രധാനിയായി ഞങ്ങളൊക്കെ പരിചയപ്പെട്ടു തുടങ്ങിയത്. ഇന്ന് UK കുമാരൻ ആദ്യമായി ABC മലയാളം പ്ലാറ്റ്ഫോമിൽ വരികയാണ്. ഇനി അദ്ദേഹം സാഹിത്യ സംബന്ധിയായ സാംസ്കാരിക ഇടപെടലുമായി ABCയോടൊപ്പം ഉണ്ടാകും. അദ്ദേഹത്തിന് സൗകര്യമുള്ളപ്പോഴൊക്കെ അദ്ദേഹം വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന് മറ്റു വിഷയങ്ങളൊന്നും, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തോട് സംസാരിക്കാൻ മലയാളത്തിലെ ശ്രദ്ധേയനായ, എല്ലാ കിട്ടാവുന്ന ഒരു എഴുത്തുകാരന് കിട്ടാവുന്ന എല്ലാ അംഗീകാരങ്ങളും നേടിക്കഴിഞ്ഞ ഒരാൾ. സാഹിത്യ അക്കാദമി അവാർഡ്, എനിക്ക് തോന്നുന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് ചെറുകഥക്കും നോവലിനും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മലയാളത്തിലെ ഒരു നോവലിനുള്ള ഏറ്റവും വലിയ അവാർഡ്, പക്ഷേ വയലാർ അവാർഡാണ്, അത് കിട്ടിയിട്ടുണ്ട്. ചെറുകാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ ഒരുപാട് അവാർഡുകൾ, യുകെക്ക് കിട്ടിയ അവാർഡുകളുടെ വാർത്തകൾ എപ്പോഴും ഞങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. ഇന്ന് അദ്ദേഹം സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ. മാത്രമല്ല, കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷൻ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അതുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല, അദ്ദേഹം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയെ കുറിച്ചാണ്. എന്താണ് മലയാളത്തിലെ സാഹിത്യ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ പ്രവണതകൾ, എന്താണ് എഴുത്തുകാരെങ്ങനെയാണ് ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഏജന്റുമാരായി തീരുന്നത്, എങ്ങനെയാണ് അക്കാദമികൾ എങ്ങനെയാണ് ഭരണകൂടത്തിന്റെ പ്രചാരകരായി തീരുന്നത്, അങ്ങനെ മനുഷ്യന്റെ മൗലികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, അക്ഷരത്തിന്റെ കരുത്തിൽ മാത്രം നിലകൊള്ളുന്ന, സർഗാത്മക പ്രതിഭയുടെ മാത്രം മേൽവിലാസത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാർ, അല്ലെങ്കിൽ മറ്റാരെക്കാളും ഒരു സമൂഹവും ഒരു ഭരണകൂടവും ഒരു ജനതയും തെറ്റിലേക്ക് പോകുമ്പോൾ, അരുതായ്മയിലേക്ക് പോകുമ്പോൾ അരുതേ എന്ന് പറയാൻ ആർജവത്തോടെ തലയുയർത്തി നിൽക്കേണ്ട, വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കേണ്ട ബുദ്ധിജീവികൾ, എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകന്മാർ ഇന്ന് കേരളത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് UK കുമാരൻ എന്ന പരിണതപ്രജ്ഞനായ എഴുത്തുകാരന്റെ വാക്കിലൂടെ നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. UK ABCയുടെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ സ്വതന്ത്രമായി സംസാരിക്കാവുന്ന ഒരു വേദിയാണിത്. UK, വെൽക്കം. ABCയുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. നേരത്തെ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് AP അഹമ്മദ് പറഞ്ഞതുപോലെ വളരെ സ്വതന്ത്രമായി സംസാരിക്കുവാനുള്ള ഒരു വേദി എന്നുള്ള നിലയിൽ ഞാനിതിൻ്റെ പ്രാധാന്യം ഒട്ടും കുറച്ച് കാണുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം വേദികളൊക്കെ തന്നെ ഇന്ന് കുറഞ്ഞു വരികയാണ്. പല മേഖലകളിലും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം പലപ്പോഴും നമ്മുടെ ചർച്ചകളെ വളരെ സങ്കുചിതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അങ്ങനെ ഒരു കാലത്തെക്കുറിച്ചല്ല നമുക്ക് പറയാനുള്ളത്. മറിച്ച് എപ്പോഴും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട നമ്മുടെ സകാത്മക സമൂഹം എന്തുകൊണ്ടാണ് പലയിടങ്ങളിലും ഇങ്ങനെ മൗനം പാലിക്കുന്നത് എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ രാഷ്ട്രീയം എന്നുള്ളത് വളരെ അതിപ്രധാനമായ ഒരു മാധ്യമമാണ്. രാഷ്ട്രീയത്തെ നമുക്ക് ഒരു തരത്തിലും മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. നമ്മുടെ എല്ലാ അഭിരുചികളെയും, നമ്മുടെ എല്ലാ കാഴ്ചപ്പാടുകളെയും, നമ്മുടെ എല്ലാവരും ചിന്തകളെയും ഏറെക്കുറെ സ്വാധീനിക്കുന്നത് രാഷ്ട്രീയമാണ്. അത് ഒരിക്കലും പോലും തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. രാഷ്ട്രീയത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം രാഷ്ട്രീയത്തെ കാണുവാൻ. പക്ഷേ രാഷ്ട്രീയം എന്നുള്ളത് അങ്ങനെ സങ്കുചിതമായി മാത്രം പരിമിതപ്പെടുത്തേണ്ട ഒന്നല്ല. രാഷ്ട്രീയം എന്നുള്ളത് നമ്മുടെ വിവേചന ബോധത്തെ സ്വാധീനിച്ചുകൊണ്ട് ഏറ്റവും സങ്കുചിതമായ രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോകേണ്ട ഒന്നല്ല. ആ രീതിയിൽ മുമ്പൊരിക്കലും പോലും ഇല്ലാത്ത വിധത്തിൽ ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ചിന്തകളും വളരെയധികം പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനും പുറമെ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ
നമ്മുടെ സാംസ്കാരിക മേഖല അത്തരം സങ്കുചിതമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ അത്രയൊന്നും ബാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് അങ്ങനെ അല്ല എന്നുള്ളത് ഒരുപാട് തെളിവുകൾ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ പല മേഖലകളിലും നമുക്ക് അത്തരം സർഗാത്മകതകളിൽ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമില്ലാത്ത ഒരുപാട് തലങ്ങളുണ്ടായിരുന്നു. കാരണം അത് സമൂഹത്തിന് ആവശ്യമാണ്. കാരണം എല്ലായ്പ്പോഴും നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിലപാട് നമ്മെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകരുത് എന്ന് അറിയുന്ന ഒരു പഴയകാല സമൂഹം അത്രമേൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇന്ന് അതല്ല ഞാനൊന്ന് ഒരു വാക്ക് ചേർത്ത് പറഞ്ഞോട്ടെ. യു കെ കുമാരൻ എഴുത്തുകാരന്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ വിശാലമായ അർത്ഥം സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയമല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ട് മലയാളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു എഴുത്തുകാരനാണ് യു കെ കുമാരൻ. എനിക്ക് തോന്നുന്നു യു കെക്ക് ഏറ്റവും കൂടുതൽ അവാർഡുകൾ, അംഗീകാരങ്ങൾ കിട്ടിയത് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ നോവലാണ്. എനിക്ക് തോന്നുന്നു 5-8 കൊല്ലം മുമ്പാണ്, 2016 വയലാർ അവാർഡ് കിട്ടി. അതിന്റെയും ഒരു കൊല്ലം മുമ്പെങ്ങാണ്ട് ഞങ്ങൾ വായിച്ചു തുടങ്ങിയ നോവലാണത്. തച്ചംകുന്ന് സ്വരൂപം എന്ന നോവൽ കേവലം ഒരു ഫിക്ഷൻ അല്ല. അത് മലയാളത്തിന്റെ സർവാദരണീയനായ കേളപ്പജിയുടെ ജീവചരിത്രമാണ്. എനിക്ക് തോന്നുന്നു വ്യക്തിപരമായ ഒരു ട്രിബ്യൂട്ട് കൂടിയാണത്. യു കെ വ്യക്തിപരമായി പയ്യോളിക്കാരനാണ്. പയ്യോളിയുടെ മണ്ണിൽ പിറന്ന ദേശീയ പുരുഷൻ, എല്ലാ അർത്ഥത്തിലും ദേശത്തിന്റെ അഭിമാന പുരുഷനായ കേളപ്പജിയുടെ ജീവിതത്തിന് കൊടുത്തൊരു ട്രിബ്യൂട്ടാണ്. എന്ന് മാത്രമല്ല, ആ നോവൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തെ കേരളത്തിന്റെ ഗതിവിഗതികൾ, കേരളത്തിന്റെ ഉത്ഥാന പതനങ്ങൾ, കേരളത്തിന്റെ ഉച്ഛ്വാസ നിശ്വാസങ്ങൾ ഒപ്പിയെടുക്കാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ നിർമ്മിതി കൂടിയാണ് ആ നോവൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തച്ചംകുന്ന് സ്വരൂപത്തെ മുൻനിർത്തി എനിക്ക് തോന്നുന്നു 1900 തൊട്ട് ഏതാണ്ട് 2000 വരെ ഒരു നൂറ്റാണ്ട് കാലത്തെ കേരളത്തിന്റെ സകലമാന സങ്കടങ്ങളും ആ നോവലിലുണ്ട്. ആ നോവലിനെ മുൻനിർത്തി പറയൂ, ഈ പുതിയ കാലത്തെ എഴുത്തുകാരന്റെ രാഷ്ട്രീയവും യു കെ കുമാരൻ മലയാളത്തിനു മുമ്പിൽ തുറന്നു വെക്കാൻ ആഗ്രഹിച്ച യഥാർത്ഥ ജനകീയ രാഷ്ട്രീയവും തമ്മിൽ കുറെ കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ കേളപ്പജിയുടെ കാലത്ത് നിന്ന് പിണറായി വിജയന്റെ കാലത്തേക്ക് വന്നുപെട്ടിരിക്കുന്ന കേരളത്തിന്റെ ഒരു പരിതോവസ്ഥയെ യു കെ കുമാരൻ എങ്ങനെ കാണുന്നു? തച്ചംകുന്ന് സ്വരൂപം എഴുതുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, അത് എൻ്റെ നാടിൻ്റെ അല്ലെങ്കിൽ ദേശത്തിൻ്റെ കഥയായതുകൊണ്ട് മാത്രമല്ല. കാരണം ഞാൻ അറിഞ്ഞ ഒരു ദേശത്ത് വളരെ മാതൃകാപരമായ ഒരുപാട് ജീവിതങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ മഹാനായ കേളപ്പജി. അത്തരം മഹത് വ്യക്തികളെയൊക്കെ തന്നെ അവർക്കൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ സമകാലീന അവസ്ഥയുടെ ശോചനീയമായ നില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരുപക്ഷെ ആ കാലഘട്ടങ്ങളിൽ, കേളപ്പജിയൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവിടെ മനുഷ്യ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. എല്ലായ്പ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒരു വ്യക്തിക്ക് അതുകൊണ്ട് എന്ത് നേടാൻ കഴിയും, അല്ലെങ്കിൽ സമൂഹത്തിന് അതുകൊണ്ട് എന്ത് മെച്ചമുണ്ടാകും എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന വളരെ വിപുലമായ ഒരു സമൂഹം ആ കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് കാണുവാൻ കഴിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതിലേക്ക് കടക്കാൻ ഇപ്പോൾ ഞാൻ സമീപിക്കുന്നില്ല. പക്ഷേ ആ നോവലിൽ തന്നെ ഞാൻ അതിൻ്റെ ഒരുപാട് സൂചനകൾ നൽകിയിട്ടുണ്ട്. കാരണം നമ്മുടെ സമൂഹം ഏത് രീതിയിലേക്കാണ് പരിണമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ ആ നോവലിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒടുവിൽ അതിലെ പ്രധാനപ്പെട്ട രാമർ എന്നുള്ള വളരെ ആദർശനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ഒരു വലിയ പണക്കാരൻ, ഒരു പണക്കാരനായിട്ട് പോലും അതിൻ്റെ യാതൊരു ആഡംബരവുമില്ലാതെ പരിവേഷവുമില്ലാതെ ജീവിക്കാൻ കഴിയും എന്ന് തെളിയിച്ച വളരെ സാധാരണക്കാരായ ഒരു മനുഷ്യൻ. ആ മനുഷ്യന് ഈ സമൂഹത്തോട് എന്താണ് പറയാനുണ്ടായിരുന്നത്? അവസാനം ആ മനുഷ്യൻ പറയുന്നത് ഒന്നുമില്ല എന്നുള്ള പരിദേവനമാണ്. അത്തരം ഒന്നുമില്ല അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ സമൂഹത്തിൻ്റെ നില എത്രമാത്രം ശോചനീയമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആദ്യകാലത്ത് എങ്ങനെയാണ് ആ ദേശത്തുള്ളവർ കഴിഞ്ഞിരുന്നത് നമുക്ക് അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.
അത്തരമൊരു കാലത്തെ അടയാളപ്പെടുത്തുവാനുള്ള എൻ്റെ ശ്രമമാണ് ആ നോവൽ. അതിലൂടെ ഞാൻ പുതിയ കാലത്തിൻ്റെ ചില അവസ്ഥകളെ ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും രാഷ്ട്രീയ രംഗത്തെ സങ്കടങ്ങളാണ് ആ നോവലിൽ. രാഷ്ട്രീയ രംഗം എന്ന് പറയുന്നത് ജനകീയമായ മനുഷ്യന്റെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രത്തിന്റെ വിമോചന സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങളും അതിന്റെ സ്വപ്നങ്ങളും സങ്കടങ്ങളുമാണ് ആ നോവലിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പറയാൻ അങ്ങേക്ക് അതിനെക്കുറിച്ച് വിലയിരുത്താനും ഒക്കെ ഉള്ള അങ്ങയുടെ ഒരു അവസരമായിട്ട് ഇതിനെ വിനിയോഗിക്കുക. രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, എഴുത്തുകാർ, ബുദ്ധിജീവികൾ, സാംസ്കാരിക പ്രവർത്തകന്മാർ ജനപക്ഷത്ത് നിന്ന് ഭരണകൂടങ്ങളുടെ വീഴ്ചക്കെതിരായി, ഭരണകൂട വാഴ്ചയിലെ അപകടങ്ങൾക്കെതിരായി ശബ്ദിക്കേണ്ടതിന് പകരം മഹാബുദ്ധിജീവികളായ എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകന്മാർ ഭരണകൂടത്തിന്റെ ദാസന്മാരായും ഭരണകൂടത്തിന്റെ ഏജന്റുമാരായും ഭരണകൂടത്തിന്റെ ന്യായീകരണ തൊഴിലാളികളായും അനുവർത്തിക്കുന്ന പുതിയ കാലത്തെ, ഈ കാലത്ത് ജീവിക്കുന്ന, അവരോടൊപ്പം ജീവിക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ജീവിക്കുന്ന, നിസ്വാർത്ഥമായ എഴുത്തുമായി ജീവിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അങ്ങയുടെ സഹപ്രവർത്തകരെ എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായിട്ടും ഇവിടെ പറയേണ്ട ഒരു കാര്യം, എനിക്ക് എൻ്റെതായ രാഷ്ട്രീയ നിലപാടുണ്ട്. ആ നിലപാട് ഞാൻ ഒരിക്കൽ പോലും എവിടെയും മറച്ചു വെക്കുന്നില്ല, പറയുകയും ചെയ്യാറുണ്ട്. പക്ഷെ അതൊരിക്കൽ പോലും ഏതെങ്കിലും ഒരു സംഘർഷപ്പാടിൻ്റെ ഉള്ളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഒന്നുമല്ല. എവിടെ പോയാൽ പോലും, എവിടെയാണെങ്കിൽ പോലും എനിക്ക് ശരിയായ കാര്യങ്ങൾ തുറന്നു പറയുവാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയത്തെ കാണുന്നത്. അതിനോട് എനിക്ക് ഒരിക്കൽ പോലും വിട്ടുവീഴ്ചയില്ല. പക്ഷെ ഇവിടെ നാം കാണുന്നത് പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളടക്കം പലരും പല അവസരങ്ങളിലും നിശബ്ദമായി നിലകൊള്ളുന്നു. മാത്രമല്ല അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ തന്നെ ആപേക്ഷികമാകുന്നു. പലപ്പോഴും അവർ മൗനം പാലിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഈ സമൂഹത്തെ തിരുത്തേണ്ട ശക്തികൾ, അവരാണ് സമൂഹത്തെ തിരുത്തേണ്ടത്. അവരൊക്കെ തന്നെയും അത് തിരുത്താൻ മുതിരാതെ ഇങ്ങനെ മൗനികളായി പോകുന്നത് എന്തുകൊണ്ട്, ഇങ്ങനെ ഒറ്റക്കണ്ണന്മാരാകുന്നത് എന്തുകൊണ്ട് എന്ന് പലപ്പോഴും ദുഃഖത്തോടുകൂടി ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ആലോചിക്കുകയല്ലാതെ മറ്റൊരു സമാന്തരമായിട്ട് ഒരു പ്രവൃത്തി കാഴ്ചവെച്ചുകൊണ്ട് മറ്റൊന്നും ചെയ്യുവാൻ എനിക്ക് കഴിയില്ല. പക്ഷെ ഇത്തരം എൻ്റെ ചിന്തകളൊക്കെ തന്നെയും എൻ്റെ സമകാലീന സമൂഹത്തോട് ഇങ്ങനെ വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അവിടെ എൻ്റെ മാധ്യമമായ സാഹിത്യത്തെയും ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷെ അതൊരിക്കൽ പോലും ഒരു പ്രചാരണ മേഖലയായിട്ടല്ല കാണുന്നത്. തീർച്ചയായിട്ടും സാഹിത്യ അക്കാദമിയുടെ ഒരു ഘട്ടത്തിൽ, ഒരു പക്ഷേ അതിന്റെ സുവർണകാലങ്ങളിൽ എന്നൊക്കെ ഞാൻ പറയാൻ തോന്നുന്ന മട്ടിൽ അതിന്റെ വൈസ് പ്രസിഡന്റായി, ഉപാധ്യക്ഷനായിരുന്ന ഒരു എഴുത്തുകാരനാണല്ലോ അങ്ങ്. അവിടെ ആ മേഖലയിലെ അക്കാദമി പ്രവർത്തനങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ആദരണീയനായ സച്ചിദാനന്ദൻ പോലും പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലും അദ്ദേഹത്തിന്റെ നിലപാടുകളിലും നേരത്തെ പറഞ്ഞതുപോലെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കരണം മറിച്ചിലുകളെ കുറിച്ച്, അങ്ങനെ സച്ചിദാനന്ദന് സ്വയം ഇല്ലാതാകേണ്ടി വരുന്നതിന്റെ ഗതികേടിനെ കുറിച്ച് അക്കാദമിയുടെ ഒരു മുൻ അംഗം, ആദരണീയനായ ഒരു മുൻ അംഗം എന്ന നിലയിൽ അങ്ങയുടെ നിരീക്ഷണങ്ങൾ തുറന്നു പറയാവുന്ന മട്ടിൽ പറഞ്ഞു കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റായി വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. അന്ന് അതിൻ്റെ പ്രസിഡന്റ് NP മുഹമ്മദാണ്. NP മുഹമ്മദ് കോഴിക്കോട്ടുകാരനാണ്. മാത്രവുമല്ല അദ്ദേഹവും ഞാനും ഒരേ സ്ഥാപനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അതേ സ്ഥാപനത്തിൽ തന്നെ മറ്റൊരാൾ വൈസ് പ്രസിഡന്റ് ആകുമോ എന്നുള്ള ഒരു സന്ദേഹം അക്കാലത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് സാംസ്കാരിക മന്ത്രിയായിരുന്ന പ്രമുഖൻ, താല്പര്യത്തുള്ള ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞത് UK കുമാരനെ സാഹിത്യ അക്കാദമിയിൽ കൊണ്ടുവരണമെങ്കിൽ താല്പര്യമുണ്ട്. അദ്ദേഹം ഞാൻ വളരെ നിഷ്പക്ഷമായി കാര്യങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ആ 5 വർഷവും വളരെ നിഷ്പക്ഷമായി തന്നെ പ്രവർത്തിക്കുവാനും വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇടപെടുവാനും എനിക്ക് കഴിഞ്ഞു. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ അന്നത്തെ എല്ലാവർക്കും കഴിഞ്ഞതാണ്. ഇവിടെ ഒരിക്കൽ പോലും സർക്കാർ ഒരു കാര്യത്തിലും ഞങ്ങളെ നിർബന്ധിച്ചിട്ടില്ല.
മാത്രമല്ല സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ തുനിയുമ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് വളരെ ആർജവത്തോടു കൂടി ഞങ്ങൾ പറയുകയും സർക്കാർ അത് അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞോളൂ. അക്കാഡമി തന്നെ സർക്കാർ തിരുത്തേണ്ടതുണ്ട് എന്ന് പറയാനുണ്ട്. അത്തരം തിരുത്തിയ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ കാര്യം തന്നെയാണ്. ഞാൻ നേർക്കുനേരെ പറയട്ടെ, തീർച്ചയായിട്ടും NP മുഹമ്മദിനും UK കുമാരനും ഒക്കെ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പിൻബലമുണ്ട്. അത് ഒരിക്കലും അതുകൊണ്ട് അവർക്കൊരു ദോഷം വരികയോ അവർ കോൺഗ്രസിന് ദോഷം വരുത്തുകയോ ചെയ്തിട്ടുമില്ല. അത് കൃത്യമായ വ്യക്തമായ യാതൊരു മറയുമില്ലാത്ത രാഷ്ട്രീയമാണ്. പക്ഷേ പ്രത്യക്ഷ രാഷ്ട്രീയ നിലപാടുകളൊന്നും എടുക്കാത്ത പലരും പിൽക്കാലത്ത് അക്കാഡമിയുടെ തലപ്പത്ത് വന്നപ്പോൾ അവര് നേരത്തെ സ്വീകരിച്ച വിപ്ലവകരമായ രാഷ്ട്രീയ നിലപാടുകളിൽ വല്ലാതെ വെള്ളം ചേർക്കുന്നു എന്ന് പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പിൽക്കാലത്തെ അക്കാഡമി പ്രവർത്തന കാലത്ത് UK ക്ക് പോലും ഞാൻ പറയുന്നത് അങ്ങേയറ്റം സൗമ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ എപ്പോഴും. അദ്ദേഹം പൊട്ടിത്തെറിക്കുന്ന ഒരാളല്ല, പക്ഷേ വളരെ മൂർച്ചയോടെ കരുതലോടെ പ്രതികരിക്കുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, UK നിങ്ങൾ വളരെ പ്രകടമായി രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നിഷ്പക്ഷമായ ഒരു അക്കാഡമി പ്രവർത്തനം നയിച്ചവരാണ്. ഇന്ന് വളരെ വളരെ കപടമായ ഒരു നിഷ്പക്ഷത പുലർത്തിക്കൊണ്ട് ഭരണകൂടത്തിന് ഓശാന പാടുന്ന പാർട്ടി, നേരെ പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി എഴുതി കൊടുക്കുന്നവർക്ക് അവാർഡ് കൊടുക്കുന്ന, പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റികളുടെ പ്രമേയപ്രകാരം അവാർഡ് കൊടുക്കുന്ന ദയനീയമായ പരിഹാസ്യമായ നിലപാടുകളിലേക്ക് അക്കാഡമി തരംതാണു പോകുന്നത് കണ്ടു നിൽക്കാൻ കഴിയുന്നുണ്ടോ UK ക്ക്? ഞാൻ ഇന്നത്തെ സാഹിത്യ അക്കാദമിയുടെ ഉള്ളറകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ ഭാരവാഹിയായിരുന്ന അനുഭവങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതും ഇതും തമ്മിൽ വ്യത്യാസം. പലപ്പോഴും നമുക്കറിയാം, സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞാൽ നേരത്തെ അതുപോലെ ചിലപ്പോൾ അത് ഭരിക്കുന്ന തലപ്പത്തുള്ള രാഷ്ട്രീയം ഒരു നിർണായക ഘടകമായിരിക്കാം, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം ചെലുത്താറില്ല. ഇപ്പോൾ പ്രസിഡന്റായ NB ആവട്ടെ, സെക്രട്ടറിയായ ഡോക്ടർ PV കൃഷ്ണനായ ഞാനാവട്ടെ, മറ്റാരും തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒരു രാഷ്ട്രീയം ചെലുത്തിയിട്ടില്ല. ഇപ്പോൾ എപ്പോഴും നമുക്കറിയാം, സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന എല്ലാ വേദികളിലും എല്ലാവരെയും വിളിക്കുമായിരുന്നു, ക്ഷണിക്കുമായിരുന്നു. ഒരിക്കൽ പോലും രാഷ്ട്രീയത്തിന്റെ യാതൊരു പരിഗണനയും കൂടെ വിളിക്കുമായിരുന്നു, അവർക്ക് അവസരം കൊടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ കാണുന്നത് വളരെ വിരളമാണ്. സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ സാംസ്കാരിക പ്രവർത്തനത്തിലെ ഒരു പരിച്ഛേദമാണ്. അവിടെ എല്ലാവരും ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത്തരം ഒരു ചിന്തയില്ലാതെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾക്കൊണ്ട് മാത്രം വേദിയാക്കി മാറ്റുന്ന പ്രവണത ഇന്ന് വളരെ വ്യാപകമായി വരികയാണ്. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ചിലതെങ്കിലും നമുക്ക് അമിത രാഷ്ട്രീയത്തെ ഒഴിവാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അതല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിലും രാഷ്ട്രീയത്തിൻ്റെ അതികഠിനമായ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇവിടെ വളരെ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, അത് ഒരു കാലത്ത് SPCS ഒരു കാലത്തും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും വേദിയായിരുന്നില്ല. വേണമെങ്കിൽ അക്കാലത്ത് അത് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വളരെ എളുപ്പത്തിൽ അത് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അതിനൊന്നും തുനിയാതെ എല്ലാവർക്കും അംഗത്വം കൊടുത്തുകൊണ്ട് എല്ലാവരെയും ആ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കാനാണ് അക്കാലത്ത് എല്ലാവരും ശ്രമിച്ചിട്ടുള്ളത്. അത് ഒരിക്കൽ പോലും രാഷ്ട്രീയം കടന്നു വന്നിരുന്നില്ല. എന്നാൽ SPCS എന്നുള്ള സാംസ്കാരിക പ്രസ്ഥാനം ദുർബലമായൊരു ഘട്ടത്തിൽ അത് സർക്കാരിന് ഇടപെടേണ്ടി വന്നു. സർക്കാർ ഇടപെട്ടപ്പോഴേ പിന്നീടുണ്ടായ സംഭവങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് തന്നെ കുറേ അംഗങ്ങൾക്ക് അംഗത്വം കൊടുത്തുകൊണ്ട് തികച്ചും ഭൂരിപക്ഷമില്ലായിരുന്നിട്ട് പോലും കൃത്രിമമായ ഭൂരിപക്ഷം ഉണ്ടാക്കിക്കൊണ്ട് ആ സംഘം പിടിച്ചടക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളെ മുഴുവൻ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഇന്ന് എല്ലായിടത്തും വ്യാപകമാണ്. ഇതൊരിക്കൽ അതിന്റെ ഇരയായി തീർന്ന
ആ പ്രവണതയുടെ ഇപ്പോ NBS-ലെ SPCS-ലെ തെരഞ്ഞെടുപ്പ് കാലത്ത് മലയാളത്തിലെ പ്രമുഖനായ ഒരു എഴുത്തുകാരൻ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ, UK വളരെ പരിചയമുള്ള എഴുത്തുകാരൻ എന്നോട് പറഞ്ഞത് ഒരു പ്രയോഗമാണ്. നമ്മൾ പോയി SPCS പിടിച്ചെടുത്തു, പിറ്റേന്ന് മുതൽ അതിനെ തച്ചുടക്കുകയും ചെയ്തു എന്നാ. യെസ്, ഏറെക്കുറെ സംഭവിച്ചത്. പിടിച്ചെടുത്തിട്ട് പിന്നീട് അന്നുണ്ടായിരുന്ന അടിച്ചുടച്ചു. മന്ത്രി കുറെ ഫണ്ട് പിന്നീടൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ സാധിച്ചില്ല. ഓക്കെ, ഈ രീതി ഇനി ഒരു വിഷയം, ഇനി ഒരു ഒറ്റ കാര്യം കൂടി ഈ ഒരു ചെറിയ സമയത്ത്, പരിമിതമായ സമയത്ത് നമുക്ക് പറയേണ്ടതുണ്ട്. അത് മലയാളത്തിലെ എഴുത്തുകാരുടെ ബൗദ്ധികമായ സത്യസന്ധതയെ കുറിച്ചാണ്. ഇപ്പോ മലയാളത്തില് നേർക്കുനേരെ പറഞ്ഞാൽ സാഹിത്യ ചോരണത്തെ കുറിച്ചുള്ള പരാതികൾ പണ്ട് കാലത്ത് വളരെ ക്ലാസിക് കൃതികളുടെ അനുകരണം എന്ന് തോന്നുന്ന കൃതികൾ, അത് ബഷീറിനെ കുറിച്ചുണ്ടായിട്ടുണ്ട്, പലരെ കുറിച്ചും അത്തരം ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ മലയാളി പരിഹസിച്ച് മലയാളി വളരെ അലസമായി തള്ളിക്കളയാൻ മാത്രം ദുർബലമായിരുന്നു ആരോപണങ്ങൾ. ഇന്ന് പക്ഷേ മലയാളത്തില് ഈ ഭരണകൂടത്തിന്റെ ചെലവിൽ, ഭരണകൂടത്തിന്റെ അംഗീകാരത്തോടുകൂടി നിലനിൽക്കുന്ന പ്രമുഖരായ എഴുത്തുകാർ പലരും ഈ സാഹിത്യ ചോരണത്തിന്റെ വക്താക്കളാണ്. ഒരു പേര് ഞാൻ പറയാം, അതിനോട് പേര് പറഞ്ഞ് UK പ്രതികരിക്കണമെന്ന് എനിക്കില്ല. അത് ബെന്യാമിന്റെ പേരാണ്. ബെന്യാമിൻ ഈ ആടുജീവിതം എന്ന കൃതി എഴുതിയ കാലത്ത് ഉണ്ടായ ആരോപണങ്ങൾ, വിവാദങ്ങളൊക്കെ UK-ക്ക് അറിയാം. അത് കേട്ടെഴുത്താണ്, കേട്ടെഴുത്ത് നോവലാണോ, കേട്ടെഴുത്തിന് മൗലിക കൃതിക്കുള്ള അവാർഡ് കൊടുക്കുന്നത് ശരിയാണോ തുടങ്ങിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. അറേബ്യൻ മരുഭൂമി കാണാതെ എഴുതിയ നോവൽ എങ്ങനെ സാധിച്ചു എന്ന ചോദ്യം ഉണ്ടായി. അപ്പോഴാണ് അതിനകത്ത് പുതിയ ആരോപണങ്ങൾ വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അറേബ്യൻ ജീവിതത്തെ അങ്ങേയറ്റം ഇസ്ലാമോഫോബിക് ആയിട്ട് കണ്ടു. അറബ്സ് മരുഭൂമിയെയും മരുഭൂമിയുടെ മക്കളെയും അങ്ങേയറ്റം ദുഷ്ടന്മാരും ക്രൂരന്മാരുമായി ചിത്രീകരിച്ചു തുടങ്ങിയ രാഷ്ട്രീയ ആരോപണങ്ങൾ വന്നു. ഏറ്റവും ഒടുവിലത്തെ ഒരു ആരോപണം, മരുഭൂമി കാണാത്തയാൾ മരുഭൂമിയെ കുറിച്ച് എഴുതിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് യഥാർത്ഥ വായനക്കാർ ഉത്തരം കണ്ടെത്തി. ലിയോപോൾഡ് വെയ്സ് എന്ന പേരിൽ അറേബ്യൻ മരുഭൂമിയിൽ ദീർഘമായ സഞ്ചാരം നടത്തി. പിൽക്കാലത്ത് മുഹമ്മദ് അസദ് എന്ന പേരിൽ വിഖ്യാതമായ പുസ്തകം എഴുതിയ ഡോക്ടർ MN കാരശ്ശേരി മാഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത റോഡ് ടു മെക്ക എന്ന പുസ്തകത്തിന്റെ നേർക്കുനേരെയുള്ള ഈച്ചക്കോപ്പിയാണ് നമ്മുടെ മലയാളത്തിൽ ഏറെ വിറ്റഴിക്കപ്പെട്ട ഈ ആടുജീവിതത്തിന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് വെളിപ്പെട്ടു. മലയാളത്തിന്റെ ഒരു അത്ഭുത പ്രതിഭാസം ഞാൻ കണ്ടത്, ഒരു എഴുത്തുകാരനും അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നു. ഒന്ന്, പ്രധാനപ്പെട്ട എഴുത്തുകാരൊന്നും പ്രതികരിച്ചില്ല. രണ്ടാമത്, ഭരണകൂടത്തിന്റെ ചെലവിൽ ഒളിച്ചിട്ട് ഞാൻ ഇടതുപക്ഷക്കാരനായതുകൊണ്ട് സംഘപരിവാറുകാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന മട്ടിൽ അദ്ദേഹം രക്ഷപ്പെടാനും ശ്രമിച്ചു. ഈ പ്രവണതയെ ബേസിക്കായിട്ട് ഇപ്പൊ വലിയ ഈ സാഹിത്യ ചോരണത്തിന് പേര് കേട്ടവരാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ എഴുത്തുകാരായി വിളങ്ങിക്കൊണ്ട് ഈ കിടന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവണതയെ ബൗദ്ധികമായ സത്യസന്ധത, അപ്പോ ഇത്തരം ഒരു ആരോപണം വന്നത് ഒരിക്കൽ നമുക്ക് ഓർമ്മയുണ്ട്, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ കുറിച്ചാണ്. വളരെ ആർജവത്തോടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ കപ്പൽ യാത്ര നടത്തിയിരുന്നില്ല കന്യാവനങ്ങൾ എഴുതുമ്പോൾ, അതുകൊണ്ട് ഞാൻ ടാഗോറിന്റെ കപ്പൽ യാത്രയെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് പറയാനുള്ള ആർജവം പോലും കാണിക്കാതെ, ഒരു ക്രെഡിറ്റ് പോലും കൊടുക്കാതെ, ഒരു നന്ദി വാക്ക് പോലും ആമുഖത്തിൽ പറയാതെ, നേർക്കുനേരെ പേജ് കണക്കിന് ഈച്ചക്കോപ്പി പോലെ റോഡ് ടു മെക്ക എഴുതി വെച്ചിട്ട് ആ പുസ്തകം ഇങ്ങനെ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോകുമ്പോ ഒരു നന്ദി വാക്ക് പോലും പറയാത്ത ഈ എഴുത്തുകാരന്റെ സത്യസന്ധതയെക്കുറിച്ച്, ആ എഴുത്തുകാരനല്ല, ആ പ്രവണതയെ കുറിച്ച് പറഞ്ഞാൽ മതി. UK പ്ലീസ്. ഞാൻ ഈ ബെന്യാമിന്റെ നോവൽ വായിച്ചിട്ടുണ്ട്, റോഡ് ടു മെക്ക വായിച്ചിട്ടുണ്ട്. അതിന്റെ കോപ്പിയാണോ അതെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ രണ്ടിലും മരുഭൂമിയുണ്ട്. ബെന്യാമിൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുറം ലോകത്ത് ഗൾഫിൽ പോയി ജോലി ചെയ്തിട്ടുണ്ട്. അതിനനുഭവം എഴുതായിരിക്കും, ഇത്രയും പറയാൻ സാധിക്കുള്ളൂ. അല്ല, മറ്റൊരു ആധികാരികമായി എനിക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും പക്ഷേ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത്തരം പ്രവണതകളെ പോലെ തന്നെ മറ്റൊരു കാര്യം, പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹിത്യത്തിനാണ് ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിക്കുന്നത്. കാരണം ഒരാളൊരു നോവലോ കഥയോ എഴുതി കഴിഞ്ഞാൽ ഉടനെ അധികം സോഷ്യൽ മീഡിയയിലെ കൂടി അതിനു വേണ്ടി പ്രചാരണം നടത്തുന്ന ഒരുപാട് വൻ സമൂഹം തന്നെ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ അതിൻ്റെ മറവിൽ ലക്ഷക്കണക്കിന് കോപ്പി വിറ്റഴിഞ്ഞ ഒരുപാട് പുസ്തകങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിന്റെ മൗലികതയെക്കുറിച്ചോ ആ പുസ്തകത്തിന്റെ മറ്റ് സാഹിത്യപരമായ ഗുണത്തെക്കുറിച്ചോ ഒന്നും ചർച്ചകൾ നടക്കുന്നില്ല. പക്ഷെ ധാരാളം കോപ്പികൾ വിറ്റുപോകുന്നുണ്ട്. ഈ കോപ്പികൾ വിറ്റുപോകുമ്പോൾ തന്നെ ഇതൊരു മൗലിക കൃതിയാണ് എന്നുള്ള ധാരണയിൽ
നമ്മുടെ പുതിയ സമൂഹവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ദയനീയമായ കാര്യം. കാരണം സാഹിത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മൗലികതയില്ലാത്ത ഒന്നാകേണ്ടതല്ല. അങ്ങനെയല്ല നാം മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള മൗലികതയില്ലാത്ത ഒരുപാട് സാഹിത്യകൃതികൾ നമ്മുടെ സാഹിത്യ അന്തരീക്ഷത്തിൽ മേൽക്കോയ്മ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ഗാഢമായി ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ ഇതിനെതിരെ വിമർശനം ഒക്കെ നടത്താനോ സമയമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദയനീയമായ കാര്യം. കാരണം ഏത് ഒരു കഥ വന്നാൽ പോലും, നോവൽ വന്നാൽ പോലും ആവശ്യമില്ലാത്ത പ്രചാരണം കൊടുത്തുകൊണ്ട് അതിന് ഒരുപാട് മഹത്വങ്ങൾ അതിൻ്റെ മേൽ ആരോപിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരിക്കൽ പോലും സാഹിത്യത്തിന് ഗുണം ചെയ്യില്ല. മാത്രമല്ല സാഹിത്യാസ്വാദനത്തെ വളരെയേറെ വികലപ്പെടുത്തും എന്നാണ് എൻ്റെ ഒരു ധാരണ, വിശ്വാസം. യെസ്. അവസാനമായി UK-യുടെ നിലവിലുള്ള ഇനി ഭാവിയിലെ സാഹിത്യ പദ്ധതികളെ കുറിച്ച്, രചനാ പദ്ധതികളെ കുറിച്ച് ഒരു മിനിറ്റ് പറഞ്ഞ് നമുക്ക് ഈ ലക്കം അവസാനിപ്പിക്കാം. എന്തൊക്കെയാണ് UK-യുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ രചനകൾ? ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും പുതിയ നോവലിൻ്റെ രചനയ്ക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ 5 സ്ത്രീ കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. സ്ത്രീകൾക്ക് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു നോവൽ. അവരൊക്കെ എങ്ങനെ തൻ്റേതായ പരിമിതമായ ഒരുപാട് അസൗകര്യങ്ങളിലെ അതിലംഘിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരികയാണ്. അത്തരത്തിലുള്ള സ്ത്രീ സമൂഹത്തെ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തീർച്ചയായിട്ടും ആ രചനയ്ക്ക് ആശംസകൾ നേരുമ്പോൾ ഒരു കൗതുകം കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ ഫെമിനിസ്റ്റുകൾ, പെണ്ണെഴുത്തുകാർ എന്നൊക്കെ പറയുന്ന എഴുത്തുകാരുടെ ഒരു സംഘം ഇടക്കാലത്ത് നമ്മുടെ ഒരു പ്രവണതയായിട്ട് വന്നിരുന്നു. പക്ഷേ ഞാൻ മലയാളത്തിലെ ഒരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് സ്ത്രീപക്ഷ അല്ലെങ്കിൽ സ്ത്രീ വിമോചനത്തിന്റെ, ലിംഗനീതിയുടെ രാഷ്ട്രീയം മലയാളത്തിലെ എഴുത്തിൽ ഏറ്റവും നന്നായി അവതരിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളെക്കാൾ പുരുഷന്മാരല്ലേ എന്നൊരു ശങ്ക പ്രത്യേകിച്ചും ചെറുകാട് അവാർഡ് നേടിയ UK-യോട് എനിക്ക് ചോദിക്കാൻ കാര്യമുണ്ട്. കാരണം മുത്തശ്ശി ഇല്ലാതെ എങ്ങനെയാണ് മലയാളത്തിലെ ഫെമിനിസ്റ്റ് സാഹിത്യം, പെണ്ണെഴുത്ത് ഉണ്ടാവുക? അതുകൂടി പറഞ്ഞ് കമന്റ് ചെയ്ത് അവസാനിപ്പിക്കാം. നമുക്ക് പറഞ്ഞോളൂ. ഞാൻ യഥാർത്ഥത്തിൽ സാഹിത്യത്തെ ഏതെങ്കിലും പക്ഷത്ത് നിർത്തിക്കൊണ്ട് സമാലോചന നടത്തുന്ന ഒരാളല്ല. ഈ സ്ത്രീപക്ഷ രചനയോ പുരുഷരക്ഷയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് പ്രസക്തമായ കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയും പുരുഷനും ഒരു കുടുംബത്തിലെ തുല്യ അധികാര ശക്തികളാണ്. ആ നിലയ്ക്ക് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല എൻ്റെ രചനകളൊക്കെ തന്നെയും അത്തരം ഒരു കാഴ്ചപ്പാട് പ്രഖ്യാപിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ തക്ഷണ സ്വരൂപത്തിലെ പ്രധാന കഥാപാത്രം മാതാമ്മ എന്ന കഥാപാത്രം, കല്യാണി എന്ന കഥാപാത്രം, പിന്നെ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇവരൊക്കെ തന്നെയും തൻ്റെടികളായ സ്ത്രീകളാണ്, നാട്ടുപുറത്തെ സ്ത്രീകളാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരിടത്തും ഞാൻ എൻ്റെ രചനയിലൂടെ സ്ത്രീകളെ സംസാരിക്കാനോ ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു പക്ഷപാതിയാണ് ചോദിച്ചാൽ അല്ല, അത്തരം ഒരു പക്ഷപാതത്തെ അനുകൂലിക്കുന്നുമില്ല. സാഹിത്യം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വളരെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും UK കുമാരൻ എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കാഥികനെ ഇനിയും നമുക്ക് വായിക്കാനും കേൾക്കാനും താല്പര്യമുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും ABC-യിൽ ഇനിയും വന്നുകൊണ്ടിരിക്കും. UK-ക്ക് അദ്ദേഹത്തിന് ആരോഗ്യവും ദീർഘായുസ്സും നേരുന്നു. ഒപ്പം കൂടുതൽ ശക്തവും തീവ്രവുമായ ഒരു രചനാലോകം അല്ലെങ്കിൽ എഴുത്തിന്റെ സർഗാത്മക ലോകത്തിന്റെ ഒരു ഭാവിയും അദ്ദേഹത്തിന് നേർന്നുകൊണ്ട് UK നന്ദി പറയുന്നു. താങ്ക്സ് എലോട്ട്. ABC വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.